അഖിലാണ്ടേശ്വരിയെ നേരിൽ കണ്ടതോടെ ശിവരാമകൃഷ്ണന്റെ മാനസികാവസ്ഥയൊക്കെ പതിയങ്ങ് മാറി. ഇപ്പൊ നോർമലാ. പിന്നെ നമ്മുടെ മോൾ എന്ത് പറയുന്നു? നന്ദനയ്ക്കും എല്ലാവർക്കും സന്തോഷം തന്നെ. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. കാരണം അപ്പൊ തന്നെ ആ കല്യാണിയില്ലേ, ആ പഴയ വീട്ടുവേലക്കാരി, അവളേതായാലും ഇപ്പൊ ആനന്ദിന്റെ ഭാര്യയാണല്ലോ. അത് അംഗീകരിക്കാൻ ഇപ്പോഴും അഖില തയ്യാറല്ല. അവളും അഖിലാണ്ടേശ്വരിയും തമ്മിൽ ഒരു തർക്കം. അതെല്ലാം വിശദീകരിച്ച് ഞാൻ വൈകിട്ട് പറയാം. ഇപ്പൊ നീ ഫോൺ വയ്ക്കും മഹേശ്വരി. ശരി, ഓക്കെ. മഹേശ്വരി അങ്ങനെയാ, സംസാരിച്ചാ പിന്നെ ഫോൺ വയ്ക്കേയില്ല. അഖിലേച്ചി മരിച്ചിട്ടില്ല എന്നറിഞ്ഞ സന്തോഷത്തിലായിരിക്കും അല്ലേ? പിന്നെ അതൊരു വലിയ അത്ഭുതവും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അതിലെന്ത് സംശയിക്കുന്നു? അതെ നാരായണേട്ട, എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ ഈ തൃച്ചംബരത്ത് എന്നും സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിൽ ഇവിടെ ചില ശുദ്ധി കലശമൊക്കെ നടത്തണം. ശുദ്ധി കലശോ? ചില കാര്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതാണ് എല്ലാവരെയും ഒരുമിച്ച് വിളിപ്പിച്ചത്. തൃച്ചംബരത്തിന്റെ മാനം നഷ്ടപ്പെടുത്തിയ ചില കുടുംബകാര്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. അത് പറഞ്ഞപ്പോ ഇവിടെ ചിലരെന്നെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിച്ചു. അതൊരു വെല്ലുവിളിയൊന്നും അല്ലാന്ന് തിരുത്തുമായിരിക്കും. പക്ഷേ എന്റെ പറച്ചിലിന് അതൊരു മറുപറച്ചിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അതൊരു വെല്ലുവിളിയായി തന്നെ ഞാൻ സ്വീകരിക്കുന്നു. തൃച്ചംബരത്തിന്റെ മരുമകളാകാനുള്ള യോഗ്യതയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ആ വെല്ലുവിളി ഉയർന്നത്. അവസരങ്ങൾ കൊടുത്താൽ അത്തരം വെല്ലുവിളികളോ യോഗ്യതാ പരീക്ഷണങ്ങളോ ഏറ്റെടുക്കാമെന്നാണ് എന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചത്. വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാണല്ലോ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. എന്റെ കൃഷ്ണേട്ടനും ആ പറഞ്ഞ ആളെ അനുകൂലിച്ച് സംസാരിച്ചു. അവസരങ്ങൾ കൊടുക്കണമെന്ന്. അത് ന്യായമാണെന്ന് എനിക്ക് തോന്നി. കൊടുക്കാം. അവസരം ലഭിക്കാത്തതുകൊണ്ട് മലമറിച്ചിടാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. കല്യാണിയുടെ ബ്രാൻഡ് അംബാസിഡർ പദവി തിരിച്ചേൽപ്പിച്ചാൽ ഇന്നേക്ക് 3-ാം ദിവസം കല്യാണി കനേഡിയൻ കമ്പനിയുടെ മുമ്പിൽ ഈ പ്രോജക്ട് അവതരിപ്പിച്ചിരിക്കും. കല്യാണിക്ക് വേണ്ടി അവളുടെ ഭർത്താവായ ഞാനാ ഇതിനുറപ്പ് വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തിയത് ശിവരാമകൃഷ്ണനുമായി ചേർന്ന നന്ദന പുതിയ ബിസിനസ്സുകൾ ആരംഭിച്ചത് അവളുടെ ഭർത്താവായ അരവിന്ദുമായി ചേർന്ന. അതുകൊണ്ട് കല്യാണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഞാനും ഇവളും ഒരു യൂണിറ്റാ. അമ്മയാണ് കല്യാണിക്ക് ബ്രാൻഡ് അംബാസിഡർ എന്ന കിരീടം വെച്ചു കൊടുത്തത്. ആ കിരീടം അമ്മ തന്നെ തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്നേക്ക് 3-ാം ദിവസം ഈ പറഞ്ഞ പ്രോജക്ട് കല്യാണി അവതരിപ്പിച്ചിരിക്കും. ഇത് ദേഷ്യമോ വെറുപ്പോ പകപോക്കലോ ഒന്നുമല്ല. എന്നിലേക്ക് അടുക്കാൻ ഞാനവളെ സഹായിക്കില്ല ചെയ്യുന്നത്. സഹായം
വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അവളെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് നിന്റെ ഭാഗത്തു നിന്നും അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സഹായം. എന്താകില്ല, നീ ആത്മാർത്ഥമായിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അടുക്കളക്കാരിക്കപ്പുറം എന്തെങ്കിലും യോഗ്യതകളോ കഴിവുകളോ ഉണ്ടോ എന്ന് തെളിയിക്കാൻ നീ അവസരം നൽകിയിരിക്കുന്നത് കല്യാണിക്കാണ്, അല്ലാതെ ആനന്ദിനല്ല. ആനന്ദിനായിരുന്നെങ്കിൽ അത് അവൻ സംസാരിച്ചത്. കല്യാണി അത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവൾ കമ്പനിയുടെ ചുമതലയുള്ള ആളാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതാണ് ആ ആവശ്യം ന്യായമാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് ഓട്ട മത്സരത്തിനുള്ള അവസരം കൊടുത്താൽ അയാൾക്ക് ഓടാനുള്ള ട്രാക്ക് കൂടെ കാണിച്ചു കൊടുക്കണം. അതല്ലേ വേണ്ടത്? അല്ലാതെ കല്യാണിയെ ഇനിയും ഇവിടെ ഇട്ട് അവമാനിക്കാനാണ് ശ്രമമെങ്കിൽ അത് ശരിയല്ല. അവരവരുടെ വഴിക്ക് വിട്ടേക്ക്. അവർക്ക് ജീവിക്കാനറിയാം. ഇങ്ങനെ സ്വാർത്ഥത പാടില്ലാകില്ല, അത് തെറ്റാണ്. അഖിലേച്ചി എന്ത് സ്വാർത്ഥത കാണിച്ചു എന്നാ ശിവരാമേട്ടൻ പറയുന്നത്? അഖിലേച്ചിയുടെ ഒന്നാമത്തെ ശത്രുവാണവൾ. ചേച്ചിയുടെ പേരിൽ കേസ് കൊടുക്കുകയും തൃച്ചംബരത്ത് പോലീസുകാർ കയറി നിരങ്ങുകയും ചെയ്തതിന് അവള് മാത്രം കാരണം. വിലാസിനി, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പരസ്പരം ക്ഷമിച്ചും വിട്ടുവീഴ്ചകളോടെ പലതും പരിഹരിച്ചുമാണ് ഒരു കുടുംബത്തിലെ സമാധാനം നിലനിർത്തേണ്ടത്. അതിനിടയ്ക്ക് അനാവശ്യമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കരുത്. ചെറിയ മുറിവിനെ വലിയ വ്രണമാക്കി മാറ്റരുത്. എന്റെ വാക്കുകൾ കൂടി കേക്ക് ശിവരാമേട്ട. ഞാനും ഈ തൃച്ചംബരത്തെ ഒരു അംഗമല്ലേ? വിലാസിനി പറയട്ടെ, പറയ. കല്യാണിയെ ഇനിയും കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കരുത്. കാരണം ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയാൽ അതെല്ലാവരും അറിയുന്ന കാര്യ. മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കും. കല്യാണി ചെയ്യാൻ പോകുന്നത് ഒരു യോഗ്യതാ പരീക്ഷണം മാത്രം. ആ പരീക്ഷണത്തിൽ അവൾ തോറ്റുപോയാൽ കൊടുത്ത ബ്രാൻഡ് അംബാസിഡർ പദവി പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റുമോ? അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ തിരിച്ചെടുത്താൽ അതും വലിയ വാർത്തയാകും. നാണം കെട്ട വാർത്ത. ഈ കുടുംബത്തിൽ ബാക്കി നിൽക്കുന്ന അന്തസ്സും അഭിമാനവും എല്ലാം അതോടെ തീർന്നു കിട്ടും. ഏതായാലും ഈ പരീക്ഷണത്തിൽ അവള് തോറ്റുപോകും. അത് 100% ഉറപ്പാ. കറികൾക്ക് ഉപ്പ് നോക്കുന്ന അടുക്കളക്കാരി കല്യാണിക്ക് എന്ത് പ്രോജക്റ്റ് അറിയാം? ഇതൊക്കെ തട്ടിപ്പല്ലേ ചേച്ചി? ആനന്ദും അവളും കൂടി ചേർന്ന് ചേച്ചിയെ പറ്റിക്കാൻ നടത്തുന്ന നാടകം. വിലാസിനി, ശിവരാമേട്ടൻ ശുദ്ധഗതിക്കാരന് കള്ളത്തരങ്ങളൊന്നും അറിയില്ല. അതാ ഇതിലൊക്കെ വിശ്വസിക്കുന്ന. കല്യാണിയുടെ ലക്ഷ്യം തൃച്ചംബരത്തിന്റെ സിംഹാസനം, അതായത് അഖിലേച്ചിരിക്കുന്ന കസേര. ആരെ തകർത്തും ആ കസേരയിൽ കയറിപ്പറ്റാൻ കല്യാണി എന്ത് വേഷം കെട്ടു ഇറക്കും അതെനിക്കറിയാം. വിലാസിനി പോ, അഖിലെ തലച്ചുവിട്. അവളാലോചിക്കട്ടെ. എന്താലോചിക്കാൻ? കല്യാണിയെ ഇനിയും ബ്രാൻഡ് അംബാസിഡറായി വാഴിക്കാനാണെങ്കിൽ അവൾ ഈ കുടുംബത്തിന്റെ അടിത്തറ മാറ്റിയിരിക്കും. ചേച്ചി ആലോചിക്ക. അഖില, മറ്റാരുടെയും വാക്കുകളെടുത്ത് മനസ്സിലിട്ട് നീട്ടാതെ നീ സ്വതന്ത്രമായി ആലോചിക്ക. ഞാൻ ഏതായാലും അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനകം നീ അവർക്ക് മറുപടി കൊടുക്കുമെന്ന്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും മറുപടി കൊടുത്തേ പറ്റും. അത് അവർ അംഗീകരിക്കുകയും ചെയ്യും.
എന്താ അരവിന്ദ്, എന്തെങ്കിലും കണ്ടെത്തിയോ? അതെ, നീ ഇവിടെ വന്നിരിക്കും. നോക്ക്. നോക്ക്, ഇതാണ് അമ്മ പറഞ്ഞ കനേഡിയൻ കമ്പനി, ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ. ഇതങ്ങനെ സാധാരണ കമ്പനിയൊന്നുമല്ല. വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്, ഒരു ഇന്റർനാഷണൽ കമ്പനി. ഓ, ശരിയാണല്ലോ. സൗത്ത് ഇന്ത്യയിൽ ഈ കമ്പനി ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിട്ട് ഇവരെ അസോസിയേറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ കമ്പനി എല്ലായിടത്തും അറിയപ്പെടും. ഇതൊരു മെഗാ പ്രൊജക്ട് ആയിരിക്കും. നീ ലാബ് ഒന്ന്. പിന്നെ ഭാരിച്ച ചുമതലയായിരിക്കും എല്ലാവർക്കും. അതൊരു ത്രില്ലല്ലേ അരവിന്ദ്, നമ്മളെല്ലാരും ഇല്ലേ. പിന്നെ ആനന്ദ് മുമ്പിലുള്ളപ്പോ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമല്ലേ. അതെ അതെ, ബ്രോ ഇതിൽ ജോയിൻ ചെയ്യുന്നോണ്ടാ എനിക്ക് ഈ കാര്യത്തിലൊരു ഇൻട്രസ്റ്റ്. അതെ, നമ്മൾ എന്ത് പ്രൊജക്ട് ആയിരിക്കും കണ്ടെത്തേണ്ടത്? അതാണല്ലോ പ്രധാന കാര്യം. ഹാൻഡ്ലൂം ആയാലോ? ഹാൻഡ്ലൂം അതൊന്നും ഒരു പുതുമയില്ലെന്നേ. കേരളത്തിൽ ഒത്തിരി ഇല്ലേ. ചായ. ടൂറിസം ആയാലോ? ടൂറിസം ഒന്നും ഈ പ്രത്യേക സാഹചര്യത്തിൽ പറ്റില്ല. മാത്രമല്ല, ടൂർ ഓപ്പറേറ്റിംഗിന് എണ്ണിയാൽ ഒതുങ്ങുന്ന ഗ്രൂപ്പുകൾ ചെറുതും വലുതായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. കേരളത്തിലെ ഒരുപാട് കായലുകളും പുഴകളും ഇല്ലേ. നമുക്ക് ഈ കായൽ സമ്പത്തിന് എന്തെങ്കിലും പ്രത്യേക തരം ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് ആലോചിച്ചാലോ? എടി, പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോ അതിന്റെ നെഗറ്റീവ് കൂടി ചിന്തിക്കേ. അതൊന്നും ശരിയാവില്ല. ബ്രോ ഇരിക്കൂ. എന്തായാലും എന്നെ കാണണമെന്ന് പറഞ്ഞേ? വിളിച്ചതേ പുതിയ ബിസിനസ് പ്രൊജക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തന്നെയാ. കുറച്ചെനിക്കും ബാക്കി വയ്ക്കുക. അയ്യടാ, ഇത് എനിക്ക് മാത്രാണേ. അരവിന്ദ് വേണോ? കല്യാണി മോളെ, വെരി ഗുഡ്. അഭിനന്ദനങ്ങളും ആശംസകളും. സന്തോഷമായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തത് പ്രവർത്തിക്കുന്നതാണല്ലോ അഖിലയുടെ ഒരു രീതി, അഖിലയുടെ ഒരു സ്വഭാവം. ഇപ്പോൾ കൈവന്ന സന്തോഷത്തിൽ മതിമറക്കുകയല്ല വേണ്ടത്. സന്തോഷിക്കാം, പക്ഷേ അതിനോടൊപ്പം നീ തന്നെ ചോദിച്ചു വാങ്ങിയ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനെക്കുറിച്ച് ബോധവതിയായിരിക്കണം. ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നിർവഹിക്കുമ്പോഴാണ് ആ പദവിയുടെ മഹത്വം മനസ്സിലാവുന്നത്. ഏറ്റെടുത്ത ജോലി അത്ര എളുപ്പമാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. നീ പ്രോജക്ട് ഡിസൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ലോകത്തിലെ എല്ലാ ബിസിനസ് രാജാക്കന്മാരും ഉറ്റുനോക്കുന്ന കമ്പനി. അതിൽ വിജയം നേടണം. നീ നേടുന്ന വിജയം ആകാശത്തോളം ഉയർന്നതായിരിക്കും. അത് ചിന്തിക്കണം. നാളെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നിന്റെ സെറിമണിയാണ്. അത് നടക്കട്ടെ. അതല്ല വിഷയം. ഉത്തരവാദിത്വം, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം, അത് മറക്കരുത്. അതെ, പിന്നെ ഈ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് സെറ്റാക്കാം.
സന്തോഷായില്ലേ? വാ, നമുക്ക് പോവാം. ദാ, താങ്ക് യു. മാഡം, ഞാൻ പണ്ടേ കണ്ടവരുടെ കേക്കൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ല. അമ്മയോ നിന്നെ. ഇനി എന്താ നിനക്ക് വേണ്ടേ? അമ്മേ, അമ്മയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അമ്മ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ കമ്പനിക്ക് മെയിൽ അയക്കുകയും അവരോട് നേരിൽ കണ്ട് ഈ 2500 കോടിയുടെ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. കല്യാണി തന്നെയാ ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. അവൾ അതിൽ വിജയം നേടുകയും ചെയ്യും. നാളെ തന്നെ ഇതിന്റെ പ്രസന്റേഷന് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുക. അവൾ അതിന് പോവും. ഇനി പറയുന്നത് അമ്മ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു ബിസിനസ്. ബിസിനസ് ആവുമ്പോ എല്ലാം ബിസിനസ് വ്യവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ബിസിനസ് പ്രോജക്റ്റ് അവതരിപ്പിച്ച് വിജയം നേടുന്നത് കല്യാണിയല്ലേ? കല്യാണി വെറും ബ്രാൻഡ് അംബാസിഡർ മാത്രമാ, ഡയറക്ടർ ബോർഡ് മെമ്പറൊന്നുമല്ല. കല്യാണി ഈ ബിസിനസ് ഡീൽ ഉറപ്പിക്കുമ്പോ അവൾക്കും അതിന്റെ ലാഭവിഹിതം കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ 50% അവൾക്ക് കൊടുക്കാൻ അമ്മ തയ്യാറാണോ? അതിനമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ കല്യാണി ഈ ദൗത്യം ഏറ്റെടുക്കൂ. കണ്ടോ കണ്ടോ, ഇവന്റെ ഇവളുടെ മനസ്സിലിരിപ്പ് പുറത്തു വന്നത്. അയ്യോ എന്റെ ചേച്ചിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ഇവരുടെ തന്ത്രങ്ങള്. ചേച്ചിയുടെ സന്മനസ്സുകൊണ്ട് ഇവളെ പിന്നെയും ബ്രാൻഡ് അംബാസഡർ ആക്കി. അത് കയ്യെ കിട്ടിയ ഉടനെ എത്ര പെട്ടെന്നാ പ്ലേറ്റ് തിരിച്ചു വെച്ചത്. ഇതാ പറയുന്നത് നാനഞ്ഞിടം കുഴിക്കുന്ന പരിപാടിന്ന്. ഇളയമേ ഒന്ന് അടങ്ങ്. അല്ല, ബ്രോ പറഞ്ഞാലിപ്പോ എന്താ തെറ്റ്? ഇവിടെ എല്ലാരും ബിസിനസ്സുകാരാ. അച്ഛനും അമ്മയും ബ്രോയും ഞാനും നന്ദനും ഒക്കെ ബിസിനസ്സുകാരാ. ഇളയമേ ജോലി ചെയ്തവർക്ക് അതിന്റെ കൂലി കൊടുത്തല്ലേ പറ്റുള്ളൂ. അതാണല്ലോ അതിന്റെ രീതിയും ന്യായൊക്കെ അല്ലേ? ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു വാടക വീട് എടുക്കണമെങ്കിൽ അതിന് ഇടനില എന്ന ബ്രോക്കർക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കണ്ടേ? കൊടുക്കണം. അതുകൊണ്ട് ബ്രോ പറഞ്ഞത് ന്യായമാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ ബിസിനസ് ചെയ്യുമ്പോ ഇത് കൊടുത്തേ പറ്റൂ. നമ്മളിപ്പോ പലർക്കും കൊടുക്കുന്നില്ലേ, പല ഏജൻസികൾക്കും നമ്മളിത് കൊടുക്കുന്നതല്ലേ. കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ കുടുംബാംഗങ്ങൾ തന്നെ കമ്മീഷൻ ചോദിക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. അങ്കിളെ, ഇതൊരു ബിസിനസ് ആണല്ലോ. കുടുംബാംഗങ്ങൾ വേറെ. അതിപ്പോ കുടുംബാംഗമാണെങ്കിൽ കല്യാണി ഡയറക്ടർ ബോർഡിൽ ഇല്ലല്ലോ. അതാണ് ബ്രോ ഇങ്ങനൊരു വ്യവസ്ഥ വെച്ചതേ. അത് ന്യായാണല്ലോ, ശരിയല്ല അങ്കിളെ? ചേച്ചി, ഏയ് ഇളയമേ, ഇളയമൂന്ന് അടങ്ങളയമേ. അതെ, ഇവിടെ അച്ഛനും അമ്മയുണ്ടല്ലോ, അവര് സംസാരിച്ചോ. ഇപ്പൊ ബിസിനസ്സുകളിൽ ഇതുപോലെ ലാഭവിഹിതം ചോദിക്കുന്നതും കൊടുക്കുന്നതും സർവ്വസാധാരണമാണ്. എന്റെ അനുജൻ വരെ യു എയിൽ പോയി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്.
ലാഭവിഹിതത്തിൽ ഒരു ഷെയർ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പഴു ഇതെന്താ എവിടെ വച്ചേക്കുന്നേ? പഴമെങ്കിൽ പഴം. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. ഗ്യാസ് കയറിയ സുജാത ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ വേസ്റ്റ് ആവും. ഇത് അമ്പലത്തിലെ വഴിപാടിന്റെ പ്രസാദമാണല്ലോ. ആന്റിയും കല്യാണി പോലെ അമ്പലപ്രാവായി തുടങ്ങിയോ? പ്രസാദമെങ്കിൽ പ്രസാദം. ഇതെന്താ ചരട്? ഇത് അഖിലാന്റിയുടെ പ്രേതത്തെ കണ്ട് പേടിക്കാതിരിക്കാൻ വിലാസിനി ആന്റി ജപിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതായിരിക്കും. ചില്ലറ കെടുതികളല്ലല്ലോ അഖിലാന്റി ജീവിച്ചിരുന്നപ്പോൾ വിലാസിനി ആന്റി ചെയ്തു കൂട്ടിയത്. ഇതേതായാലും എന്റെ കയ്യിൽ കെട്ടിയേക്കാം. ഇനി ഏതായാലും പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും പേടിക്കണ്ടല്ലോ. ഇതെന്താ ഒരു പേപ്പർ? മന്ത്രോ? ഓഹോ, ആന്റിക്ക് ഇപ്പൊ ഇതൊക്കെയാണ് പരിപാടിയല്ലേ? ഓം ക്രീം ക്രീം. ഓ, നാക്കുടക്കുന്നല്ലോ. എന്നോടാ കളി. ഇത് തെറ്റ് കൂടാതെ ഞാൻ വായിച്ചിരിക്കും. ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഓം ക്രീം ക്രീം അന്ത്രു ക്രീം ക്രീം അന്ത്രു ഹഹ മണ്ഡല കിണ്ടല ഡിമിം ഡിമി ഡിം ഡിം ദണ്ഡമുണ്ട കുണ്ടലാം. എന്നോടാ കളി. അയ്യോ അയ്യോ, ക്ഷമിക്കണേ. ഓം ക്രീം ക്രീം രക്ഷിക്കണേ. എപ്പോഴാ വിശപ്പ് കയറിയത്? ആന്റി, എനിക്ക് വിശക്കുന്നുണ്ടേ. നീരാട്ടൊക്കെ കഴിഞ്ഞ് ആന്റി ഇറങ്ങുമ്പോ ഞാൻ വരാവേ. എന്റെ ചിക്കൻ ഫ്രൈ എന്തായോ എന്തോ. എനിക്ക് വയ്യ. സുജാതേ, ഒന്ന് വേഗം കൊണ്ടുവാ. ചിക്കൻ ഫ്രൈ കഴിക്കാലോ. എന്താടി പോയി നോക്കണേ? എന്റെ വയറ് കേടാക്കാതെ വെള്ളം എടുത്തിട്ട് പാടി.